ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. അങ്ങനെ 2026 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് 2026 ആദ്യത്തെ മാസമായ ജാനുവരിയിൽ വരാൻ പോകുന്ന 5 പുതിയ വാഹനങ്ങളാണ്. ആൻഡ് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലോഞ്ചസ് നമുക്ക് പറയാം. കുറേയൊക്കെ ഡിസംബറിൽ കാണിച്ച വണ്ടികളുടെ ലോഞ്ചാണ്. എനിവേ, അങ്ങനെ ഡിസംബറിൽ കാണിച്ച ഒരു വണ്ടിയുടെ ലോഞ്ചാണ് ഈ വരുന്ന ജാനുവരി 2 നടക്കാൻ പോകുന്നത്. നമ്മുടെ കിയ സെൽറ്റോസ് ആണ്. സെക്കൻഡ് ജനറേഷൻ മോഡലാണ് അവരിപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കറിയാം. ഡിസൈൻ അവർ ഓൾറെഡി കാണിച്ചു. അതുപോലെ ഫീച്ചേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓപ്ഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്, വേരിയൻസ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. പക്ഷേ അറിയാത്ത ഒരേ ഒരു സംഭവമാണുള്ളത്, അതാണ് പ്രൈസിങ്. അതേതായാലും ഈ ഡിസംബർ 2 വരുന്നതായിരിക്കും. ഇതിപ്പോൾ പുതിയ ജനറേഷൻ വണ്ടി ആയതുകൊണ്ടും സൈസിൻ്റെ കാര്യത്തിലൊക്കെ അത്യാവശ്യം വ്യത്യാസമുള്ളതുകൊണ്ടും ഇപ്പോൾ ഉള്ളതിലും എന്തായാലും ഈ വണ്ടിക്ക് കുറച്ചും കൂടെ വില കൂടുതലായിരിക്കും. പക്ഷേ എന്നാലും ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ നോർമലി ഉള്ള ഇപ്പോൾ ടോപ്പ് എൻഡ് സിയാറ ഏകദേശം ഒരു 26-27 ലക്ഷം രൂപ വരെ കൊണ്ടോട് പോകുന്നുണ്ട്. ആ ഒരു റേറ്റ് വരെയൊക്കെ എന്തായാലും മാക്സിമം പോകുള്ളൂ. അതൊരു പീക്കാണ്. അതിലും കൂടുതൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വാങ്ങുമായിരിക്കും. പക്ഷേ വർത്തിട്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സെഗ്മെൻറ്റിലുള്ള വണ്ടികൾ ഒരു 20-22 ലക്ഷം രൂപ വരെയൊക്കെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ അതിൽ മുകളിൽ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. 20 ലക്ഷത്തിൽ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും അപ്പോൾ നമുക്ക് കിട്ടുന്ന വേറെ അതിൻ്റെ മുകളിലുള്ള സെഗ്മെൻറ്റിലുള്ള വണ്ടികളുടെ സെക്കൻഡ് ബേസ് വേരിയൻറ്റ് അങ്ങനെയൊക്കെ ആയിരിക്കും. അതുകൊണ്ടോട് വരുമ്പോൾ നന്നായിട്ട് റേറ്റിൽ വ്യത്യാസം വരും. ഏതായാലും അതാണ് ഈ വണ്ടിയുടെ കാര്യം. എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ നമുക്കറിയാം. 1.5 തന്നെയാണ്. 1.5 ടർബോ ഉണ്ട്, പിന്നെ 1.5 ഡീസലും ഉണ്ട്. സിയറയ്ക്കുള്ളൊരു പ്രോപ്പർ കോമ്പറ്റീഷൻ ആണ് എന്ന് തന്നെ പറയാം. കാരണം ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് നോക്കുകയാണെങ്കിൽ ബാക്കി വണ്ടികളെ സൈസ് വെച്ചോ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് കൊണ്ടൊക്കെ ഒരു ഇത്തിരി ഇൻഫീരിയർ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിന് അപ്ഡേറ്റ് വന്നവർ ശരിയാക്കും. പക്ഷെ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിയറയ്ക്ക് ഭയങ്കര ഫീച്ചേഴ്സ് ആണല്ലോ. ഈ വണ്ടി അതുമായിട്ട് നല്ല കട്ടയ്ക്ക് പിടിച്ച് വെക്കുന്നതാണ്. ഓൾറെഡി സെൽറ്റോസ് ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. സൈസും എല്ലാം കൂടെ ഒന്ന് മാറ്റിയിട്ട് ഒരു പുതിയ വണ്ടി ഇറക്കിയതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനി നമ്മുടെ അടുത്ത വണ്ടി മഹീന്ദ്രയുടെ XUV 7X ആണ്. ഈ വണ്ടിയുടെയും ടീസേഴ്സ് ഒക്കെ ഇപ്പോൾ ഒരു കുറച്ച് കാലമായിട്ട് ഇറക്കുന്നുണ്ട്. കുറേ റെൻഡേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ വരുന്ന ജാനുവരി 5 ഈ വാഹനത്തിൻ്റെ ലോഞ്ച് അവർ പറഞ്ഞിരിക്കുന്നത്. അതും എക്സാക്ട്ലി ലോഞ്ച് ആണോ എന്നറിയില്ല. കാരണം മഹീന്ദ്ര കൂടുതലും വണ്ടി ജസ്റ്റ് കാണിച്ചിട്ട് ബേസ് മോഡലിൻ്റെ പ്രൈസ് പറഞ്ഞിട്ട് അങ്ങ് പോകാറാണല്ലോ പതിവ്. ഏതായാലും XUV 9S ഇറക്കിയ സമയത്ത് അക്കാര്യത്തിലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അവരെല്ലാ വേരിയൻസിൻ്റെ പ്രൈസും ഒന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ മഹീന്ദ്രനെ കണ്ട് ബാക്കി കമ്പനികൾ മഹീന്ദ്രയുടെ സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം മഹീന്ദ്ര അത് വിറ്റിട്ടോ എന്തിനാ വരുന്നത്, നമുക്കെല്ലാം കൂടെ ഒറ്റയടിക്ക് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് അവരങ്ങനെ ചെയ്യാൻ തുടങ്ങി. ഏതായാലും എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ജാനുവരി 5 ഈ വണ്ടിയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ ഡിസൈനും സാധനങ്ങളൊക്കെ ലീക്കായിരുന്നു. പിന്നെ ടീസേഴ്സിൽ അവർ കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഡിസൈനിൽ അത്യാവശ്യം വ്യത്യാസമുണ്ട്. DRLസും അതുപോലെ ഹെഡ്ലൈറ്റ്സും ഒക്കെ. ബമ്പറിന് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ബാക്കിലെ ടെയിൽ ലാംപ്സിൻ്റെ ഇൻസേർട്സിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ XUV 9Sലൊക്കെ കണ്ട പോലെ. അല്ലാണ്ട് മെയിനായിട്ടുള്ള വലിയ വ്യത്യാസമൊന്നുമില്ല. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴേക്കും XUV 9Sഉം XUV 9ലും ഒക്കെ കാണുന്ന പോലെ ട്രിപ്പിൾ സ്ക്രീൻ ലേഔട്ട്, ഡാഷ്ബോർഡിൽ കുറച്ച് വ്യത്യാസം. ആക്ച്വലി ഇലക്ട്രിക് വേർഷൻസിലുള്ള സെയിം ഡാഷ്ബോർഡ് തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. കുറച്ച് ട്വീക്സ് ഫീച്ചേഴ്സിലും അവിടെ ഇവിടെയൊക്കെ വരുത്തും എന്ന് മാത്രം, അല്ലാതെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. ഇനി എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, എല്ലാം സെയിം തന്നെയാണ്. നമുക്ക് 2.2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്. 2 ലിറ്റർ എം സ്റ്റൈലും ടർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ട്. രണ്ടും 6 സ്പീഡ് മാനുവലും അതുപോലെ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കലും അവൈലബിൾ ആയിരിക്കും. ഇനി ഇതൊരു പുതിയ മേജർ ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവർ മിക്കവാറും ഈ വാഹനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അത്യാവശ്യം അഗ്രസീവ് ആയിട്ട് വെക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്, ടിപ്പിക്കൽ മഹീന്ദ്ര സ്റ്റൈലിൽ. പക്ഷേ അതെന്തായാലും കുറച്ച് കഴിയുമ്പോൾ കൂടും. ഇപ്പോൾ ഏകദേശം ഒരു 14-15 ലാക്സിന് അടുത്താണ് ഇതിൻ്റെ ബേസ് മോഡൽ എക്സ്ഷോറൂം പ്രൈസ് തന്നെ വരുന്നത്. ഇനി നമ്മുടെ ഈ ലിസ്റ്റിൽ അടുത്തുള്ളത് ചാർജിങ് നെറ്റ്വർക്ക് വെച്ച് സെയിൽസ് പിടിക്കാൻ നോക്കുന്ന മാരുതി സുസുക്കിയുടെ വിറ്റാര എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇത് ഓൾറെഡി അവർ ഡിസംബർ 2 കാണിച്ചതായിരുന്നു. അതായത് ലോഞ്ച് ചെയ്തു എന്ന് ഒരു പരിധിവരെ പറയാം. അവർ അന്ന് ലോഞ്ച് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എല്ലാവരും പ്രൈസ് വരും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ പ്രൈസ് വന്നില്ല. അത് മിക്കവാറും അവർക്ക് പറയാൻ പേടിയായിരിക്കും. കാരണം പേടി ഇൻ ദ സെൻസ് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടല്ലോ, അത് മിക്കവാറും ഇവർക്ക് നന്നായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവർ പണ്ട് ഇറക്കാൻ ഉദ്ദേശം മിക്കവാറും 17-18 ലാക്സിന് അടുത്ത് എക്സ്ഷോറൂം പ്രൈസ് ഇട്ട് ബേസ് മോഡൽ തുടങ്ങാനായിരിക്കും, നമ്മുടെ ക്രെറ്റ EVയുടെ ഒക്കെ കോമ്പറ്റേറ്റർ ആയിട്ട്. പക്ഷേ ഇനിയിപ്പോൾ ആ പ്രൈസിൽ ഇറക്കി കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഇത് വാങ്ങില്ല. കാരണം ആ സെയിം പ്രൈസിലാണ് നമുക്ക് ഹാരിയർ EV പോലുള്ള വലിയ വണ്ടികൾ റിയർ വീൽ ഡ്രൈവിൽ ഇതിനേക്കാൾ നല്ല ഓൾമോസ്റ്റ് ഡബിൾ പവർ എന്ന് തന്നെ പറയും ബേസ് മോഡൽ ആ റേറ്റിലാണ് കിട്ടുന്നതെങ്കിൽ. അങ്ങനെ എല്ലാ സ്പെക്കും വെച്ച് വരുന്നത്. അപ്പോൾ പിന്നെ ഈ വണ്ടി നോർമൽ കേസിലാരും സ്പെക്കും സൈസും എല്ലാം നോക്കി എടുക്കേണ്ട കാര്യമില്ലല്ലോ. റിലയബിലിറ്റി ഒക്കെ നോക്കി ഓക്കെ നമുക്ക് അങ്ങനെ പറയാം. പക്ഷെ എന്നാലും ഇത് ഇവരുടെ ആദ്യത്തെ ഇലക്ട്രിക് വണ്ടിയാണ് ഇന്ത്യയിൽ. ചാർജിങ് നെറ്റ്വർക്ക് ഇഷ്ടംപോലെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 2030 ആകുമ്പോഴേക്കും ടോട്ടൽ 1 ലക്ഷം ചാർജേഴ്സൊക്കെ ഇവർ സെറ്റപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തന്നെ അത്യാവശ്യം ഫങ്ഷണൽ ചാർജേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് റോഡ് ട്രിപ്പൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും തന്നെയാണ് മാരുതി സുസുക്കി പറയുന്നത്. പക്ഷേ വണ്ടി അതിന് മാത്രം ആൾക്കാർ എടുക്കാൻ മാത്രമുള്ള ഒരു ഇതിന് ഉണ്ടാക്കി വെച്ചാലാണല്ലോ റോഡ് ട്രിപ്പ് പോകാൻ ആൾക്കാർ വണ്ടി ഉപയോഗിക്കുകയുള്ളൂ. ഇവരുടെ നെറ്റ്വർക്ക് നല്ലതാണെങ്കിൽ അവിടെ ബാക്കിയുള്ള ഇലക്ട്രിക് വണ്ടികൾക്ക് ചാർജ് ചെയ്യാൻ പറ്റുമെങ്കിൽ മിക്കവാറും ഇന്ത്യയിൽ ചാർജേഴ്സ് ഇല്ല, വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മിക്കവാറും മാറിക്കിട്ടും. അതല്ലാതെ ഈ വണ്ടി കൊണ്ട് കാര്യമായിട്ടുള്ള ഉപയോഗമൊന്നുമില്ല. ഏതായാലും ബേസ് മോഡലിൻ്റെ പ്രൈസ് കുറച്ച് വയ്ക്കാൻ അവർ ബാറ്ററി ആസ് എ സർവീസ് ഒരു ഓപ്ഷനായിട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ്
ജസ്റ്റ് പ്രൈസ് കുറച്ച് കാണിക്കാൻ വേണ്ടി മാത്രം, അല്ലാതെ അതിൽ വേറെ പ്രത്യേകിച്ച് ഒരു യൂസും ഇല്ല. ആരും ഇപ്പം എം ജിയാണ് ആദ്യം കൊണ്ടുവന്നത്, പക്ഷേ എം ജിയുടെ ഡീലർഷിപ്പ് ചോദിച്ചാൽ തന്നെ അവർ പറയുന്ന ആരും ഇതുവരെ അത് എടുത്തിട്ടില്ല എന്നാണ്. ജസ്റ്റ് അവർക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഇപ്പം നോർമലി അവർ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഒരു 16 lakhs ആണ് എക്സ്ഷോറൂം പ്രൈസ് എന്ന് വിചാരിക്കുക. ബാറ്ററിയുടെ പ്രൈസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് 12.99 lakhs എന്നൊക്കെ പറഞ്ഞ് കാണിക്കാം. അത് ആൾക്കാർ നന്നായിട്ട് അട്രാക്ട് ചെയ്യും, ഷോറൂമിലേക്ക് ആൾക്കാർ വരും, അങ്ങനെ ചിലപ്പോൾ ആൾക്കാർ വണ്ടി എടുത്ത് പോകും. അതാണ് ഇവരെല്ലാവരും ഈ ഒരു സംഭവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു എക്സാക്ട് ലോഞ്ച് ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല, പക്ഷേ ജാനുവരിയിൽ ഇതിൻ്റെ പ്രൈസ് എല്ലാം നമുക്കറിയാൻ പറ്റും എന്നാണ് ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ട്സിൽ പറയുന്നത്. ഡെലിവറിയും അധികം വൈകാതെ തന്നെ തുടങ്ങേണ്ടതാണ്. ഇനി അടുത്തത് നമ്മുടെ ടാറ്റയുടെ ഹാരിയറിൻ്റെയും സഫാരിയുടെയും പുതിയ ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഇതിൻ്റെ മീഡിയ ഡ്രൈവ് യൂണിറ്റ്സ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. സഫാരി ആണെങ്കിലും ഹാരിയർ ആണെങ്കിലും രണ്ടും ഏകദേശം ഒരു 10 സെക്കൻഡ് ഓർ സബ് 10 സെക്കൻഡ്സിൽ 0 to 100 അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വണ്ടികളാണ്. ഡീസലാണെങ്കിൽ ഏകദേശം ഒരു 11-12 സെക്കൻഡ് എടുത്ത് എടുക്കും. സോ അതിനേക്കാൾ ഫാസ്റ്റാണ്. 170 bhp അതുപോലെ 280 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. 6-speed ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്, നമ്മുടെ ഏഷ്യൻ സോസ്റ്റ് സെയിം ഗിയർ ബോക്സ്, സിയറയിലുള്ള അത് തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. സിയറേക്കാൾ പവർ ടോർക്ക് രണ്ടും കൂടുതലാണ്. പവർ 10 bhp വരെ കൂട്ടി, ടോർക്ക് 25 Nm അടുത്ത് കൂട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആൻഡ് പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആരും ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷേ നമുക്കിപ്പോൾ അറിയാത്തത് ഇതിൻ്റെ പ്രൈസിംഗ് ആണ്. പ്രൈസ് വന്നിട്ടില്ല, പക്ഷേ അതെന്തായാലും ജാനുവരിയിൽ വരും. പിന്നെ ഫിയർലെസ് അൾട്ര എന്ന് പറഞ്ഞ വേരിയൻ്റ് ഉണ്ട്, അത് നമുക്ക് ഇതുവരെ ഡീസൽ വണ്ടിയിൽ കിട്ടിയിട്ടില്ല. ആ ഡീസൽ വണ്ടിയിൽ ഈ ഒരു വേരിയൻറ്റ് വരികയും ചെയ്യും, അതിൻ്റെ കൂടെ പെട്രോൾ വണ്ടിയുടെ പ്രൈസും വരും, ഈ പുതിയ വേരിയൻറ്റിൻ്റെ പ്രൈസും വരും. അതൊക്കെയാണ് അവർ ജാനുവരിയിൽ ഉദ്ദേശിക്കുന്നത് ഈ വണ്ടികളുണ്ട്. ഇനി ബൈ ദ വേ എൻ്റെ സൗണ്ട് അത്ര ശരിയല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത്തിരി മൂടിയ പോലത്തെ സൗണ്ട് വരുന്നത്. എനിവേ നമ്മുടെ അടുത്ത വണ്ടി റെനോ ഡസ്റ്ററാണ്. ഈ വണ്ടിയുടെ ടീസേഴ്സൊക്കെ അവർ ഈ അടുത്താണ് കുറച്ച് നല്ല ഗംഭീരമായിട്ട് ഇറക്കാൻ തുടങ്ങിയത്. അതിന് മുന്നേ വണ്ടി വരുന്നുള്ള കാര്യം അനൗൺസ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഏതായാലും ഈ വരുന്ന ജാനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് ഈ വണ്ടി അവർ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ടെസ്റ്റിംഗ് ഒക്കെ ഇപ്പോഴും നല്ല തകൃതിയായിട്ടാണ് നടക്കുന്നുണ്ട്. നമുക്കറിയാം, കുറേ കെമേഴ്സിൽ നമ്മൾ ഈ വണ്ടി കണ്ടതുമാണ്. പിന്നെ ഇൻ്റർനാഷണലി വരുന്ന മോഡൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ അത്യാവശ്യം ചേഞ്ചസും അവർ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലൊരു വ്യത്യാസമാണ് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ബാക്കിൽ വരുന്ന കാര്യം. അത് വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഡിസൈനിൽ അവർ കുറച്ച് റിവിഷൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ഒരുപാടുണ്ടാവില്ല, പക്ഷെ എന്നാലും ഇന്ത്യൻ മാർക്കറ്റിനെ കാറ്റർ ചെയ്തുകൊണ്ടുള്ള അത്യാവശ്യം ചേഞ്ചസ് ആയിരിക്കും വരുത്തുന്നത്. ഈവൻ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഫീച്ചേഴ്സുമായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന ബാക്കിയുള്ള വണ്ടികളുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ എന്തായാലും അവർ നന്നായിട്ട് പണിയെടുക്കണം. കാരണം ബേസിക്കായിട്ട് ഈ വണ്ടിയിൽ ഒരുപാട് സാധനങ്ങൾ മിസ്സിംഗ് ആണ്. അതായത് വെന്റിലേറ്റഡ് സീറ്റ്സ് ഇല്ല, സൺറൂഫ് ഇൻ്റർനാഷണലി വരുന്ന വണ്ടിയിലില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യയിൽ ഇപ്പം സോഫ്റ്റ്വെയർ മെറ്റീരിയൽസ്, ഡാഷ്ബോർഡിൻ്റെ ക്വാളിറ്റി, എല്ലാ സാധനങ്ങളും ഇമ്പ്രൂവ് ചെയ്താലേ അവർക്ക് സെഗ്മെൻറ്റ് ഇപ്പോൾ പുതിയ സെൽറ്റോസ് ആയിക്കോട്ടെ, സിയറ ആയിക്കോട്ടെ, ഇതുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് നേരെ ബാക്കിലോട്ട് പോകും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ അപ്ഡേറ്റ്സും അവർ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. വണ്ടി കാണുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറയാം. എഞ്ചിൻ ഓപ്ഷൻസ് 1.3 ടർബോ ആണ് ഇപ്പോൾ നിലവിൽ കൺഫേം ആയിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഡസ്റ്ററിലും കിക്സിലും ഒക്കെ 2020 ശേഷം കണ്ടിട്ടുള്ള ഒരു എഞ്ചിനാണ്. ബേസ് എഞ്ചിൻ മാഗ്നൈറ്റിലും ഗൈഗറിലും വരുന്ന 1 ലിറ്റർ ടർബോ ആയിരിക്കുമോ അതോ പഴയ 1.5 N തന്നെ ആയിരിക്കും എന്നവർ കൺഫേം ചെയ്തിട്ടില്ല. അതിനുള്ള കൺഫർമേഷൻ ഇനിയും വരണം. പിന്നെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ 2026 അവസാനം അല്ല 2027 ആകുമ്പോഴേക്കും ഇതിനൊരു ഹൈബ്രിഡ് പവർട്രെയിൻ വരുന്നതായിരിക്കും. അതെന്തായാലും ഇനീഷ്യലി ഉണ്ടാവില്ല, ഇപ്പോൾ ഉണ്ടാവില്ല. ഗൈസ്, അപ്പോൾ ഇതാണ് 2025 ജാനുവരിയിൽ വരാൻ പോകുന്ന 5 പുതിയ വാഹനങ്ങളുടെ വീഡിയോ. ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻസിൽ പറയാം. അതുപോലെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.